ഹലോ ഗൈസ്, ഗുഡ് ഈവനിങ്. ഇന്നിപ്പോൾ ഫ്രൈഡേ ഈവനിങ് ആണ് കേട്ടോ. ഒരു സ്പെഷ്യൽ ഫ്രൈഡേ ആണ് ഇന്ന്. നവംബർ 28 ഇവിടെ ബ്ലാക്ക് ഫ്രൈഡേ ഡീൽസ് ആണ്. നമ്മളെൻ്റെ ഒരു വർക്കിംഗ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഈ പ്രാവശ്യം ബ്ലാക്ക് ഫ്രൈഡേക്കൊന്നും പോകുന്നില്ല എന്നൊക്കെ ഓർത്തിരുന്നതാണ്. ഇപ്പോൾ സമയം ഏകദേശം വൈകുന്നേരം 6:15. അപ്പോൾ നമ്മൾ വിചാരിച്ചു ചുമ്മാ ഒന്ന് പോയി നോക്കാം, എന്തെങ്കിലും ഡീൽസ് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത്. ഇവിടെ ബ്ലാക്ക് ഫ്രൈഡേ ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ. ആൾക്കാരൊക്കെ രാവിലെ മറ്റേ ക്യൂലൊക്കെ നിന്ന് എല്ലാ സ്റ്റോറിലും ഇടിച്ചു കയറി അങ്ങനത്തെ നല്ല അടിപൊളി ഡീൽസ് കിട്ടുന്ന ഒരു ദിവസമാണ്. അപ്പോൾ നമ്മൾ പോകുന്നതിന് മുന്നേ എല്ലാവർക്കും എന്നോടൊപ്പം വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഫുൾ ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിതൊന്ന് പെയർ ചെയ്ത രീതി വെച്ചിട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നമുക്കങ്ങനെ വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് ഒരു 40 മിനിറ്റ്സിൽ നമ്മളിതേ ഓൾമോസ്റ്റ് റീച്ച്ഡ് ഹിയർ. ഇതാണ് ചെഷർ റോക്സ് ഡിസൈനർ ഔട്ട്ലെറ്റ്. ഇപ്പോൾ സമയം ഏകദേശം 7 മണിയായിട്ടോ. എന്നാലും ക്രൗഡ് ഉണ്ട്. പക്ഷേ നമ്മൾ ആ ഒരു രാവിലത്തെ പീക്കിൽ വരുമ്പോഴുള്ള ക്രൗഡ് ഉണ്ടല്ലോ, അത്രയില്ല. ഇനി പോയിട്ടൊന്ന് പാർക്ക് ചെയ്തിട്ട് നമുക്ക് അകത്തോട്ട് കയറാം. 7 മണിക്ക് നമ്മളിവിടെ എത്തിയിട്ടും പാർക്കിംഗ് കിട്ടാനുള്ള ഒരു ചാൻസ് നമ്മൾ കാണുന്നില്ല. നല്ല റഷാണ് കേട്ടോ. നമുക്ക് ഈ ഒരു വഴി ഒന്ന് റൗണ്ട് ചെയ്ത് നോക്കിയിട്ട് പോലെ അവരിറങ്ങുവാണോ? കിട്ടിയ ഭാഗ്യ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ബാക്കിൽ മറ്റേ MKയുടെ ബാക്കിലാണ് നമ്മൾ ഇട്ട്, ഓർമ്മയുണ്ടോ? മറ്റേ അടുത്ത് നമ്മളിവിടെ എത്തിയപ്പോൾ ഉണ്ടല്ലോ, ഇന്നും നമുക്ക് ഭാഗ്യം പോലെ ഒരു റൗണ്ട് അടിച്ച് വന്നപ്പോഴത്തേക്ക് ഒരാൾ കാർ എടുത്തോണ്ട് പോകായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് പാർക്കിംഗ് കിട്ടി. യൂഷ്വലി കണ്ടോ, വണ്ടികളിങ്ങനെ ലൈനിൽ വന്നുകൊണ്ടിരിക്കുക. ബാക്കിൽ എല്ലാവരും ഇങ്ങനെ ഒരു റൗണ്ട് അടിച്ച് ഇങ്ങനെ നടക്കുക. ആർക്കും കിട്ടുന്നില്ല. ഭയങ്കര ക്രൗഡാണ് കേട്ടോ. നോക്കി പാർക്കിംഗ് ഉണ്ടോ? ഫുള്ളാണ്. ദാറ്റ് ക്രൗഡ്. ബ്ലാക്ക് ഫ്രൈഡേ ആയിട്ടുണ്ടല്ലോ, നമ്മൾ പോകുന്നില്ല എന്നൊക്കെ ഓർത്തിരുന്നു. ബിക്കോസ് ഇന്ന് നമുക്ക് രണ്ടാർക്കും വർക്കിംഗ് ആയിരുന്നു കേട്ടോ. പക്ഷേ വീട്ടിലെത്തി ഒരു 6 മണിയൊക്കെ ആയപ്പോൾ വീട്ടിലിരുന്നിട്ട് നമുക്ക് ഇരിപ്പുറക്കുന്നില്ല. അപ്പോൾ ഫൈനലി നമ്മൾ നമ്മുടെ യൂഷ്വൽ ചെഷർ റോക്സ്, ഇത് ഡിസൈനർ ഔട്ട്ലെറ്റ് ആണോ. ഇവിടെ ഒരു 150+ ബ്രാൻഡ്സും കാര്യങ്ങളും ഉണ്ട്. ഇന്ന് രാത്രി 11 മണി വരെ ഷോപ്സ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് വന്നേക്കാണ്. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ മൈൻഡിൽ ഇന്നത് വാങ്ങണമെന്നൊന്നുമില്ല. കണ്ടാൽ വാങ്ങും. ഞാൻ ഓൾറെഡി ഓൺലൈനിൽ ഇങ്ങനെ കാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് സാധനങ്ങൾ കേട്ടോ. അപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നിയാൽ ഞാൻ വാങ്ങും. ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ, ഒരു പുള്ളിക്കാരി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പോയി. അപ്പം ഞങ്ങൾ രണ്ടുപേരും അതുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് പോവാം. എനിക്ക് ഇതുപോലത്തെ ഒരു ബിരിയാണി പോട്ടോ വേണ്ട, ബിരിയാണി ദം ചെയ്യാനായിട്ട്. നമ്മുടെ ഇല്ലല്ലോ, ഇതിലും ചെറുതല്ലേ. ഇതാണെങ്കിൽ എനിക്ക് വന്നിട്ട് 4-5 ആൾക്ക് കഴിക്കാൻ കറക്റ്റായിരിക്കും. ഒരു കടായ വേണുണ്ട്. നമ്മുടെ എല്ലാം ഒരഞ്ഞു പോയിട്ടുണ്ട്. ഇതെന്താണ് 8 പീസ് മൊത്തത്തിലല്ല. ഇവിടെ പുതിയ നല്ല ചൂറോസിൻ്റെ കാട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ് വന്ന് നമുക്ക് കഴിക്കാം. വാ, എനിക്ക് ഹോളൻഡ് ബാരറ്റിലൊന്ന് കാണണം. വാ. ഈ ഷോപ്പ് ഉണ്ടല്ലോ, നിങ്ങൾ തനി മലയാളീൻ്റെ വീഡിയോസ് കാണുന്ന കുറച്ച് ഓഡിയൻസ് ആണെന്നുണ്ടെങ്കിൽ ഫെമിലിയർ ആയിരിക്കും. ബിക്കോസ് പുള്ളിക്കാരിയുടെ കുറേ വീഡിയോസിൽ പുള്ളിക്കാരി ഈ ഒരു ഷോപ്പിനെ പറ്റി കുറേ എടുത്ത് മെൻഷൻ ചെയ്യുന്നുണ്ടല്ലോ. ഹോളൻഡ് ആൻഡ് ബാരറ്റാണ് പുള്ളിക്കാരി. അവിടെ നിന്ന് മറ്റേ സപ്ലിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പം അതേ സെയിം ഷോപ്പ് തന്നെയാണ് കേട്ടോ. അക്രോസ് UK ആൻഡ് യൂറോപ്പ് ഇതുണ്ട്. വൈറ്റമിൻ ഡിയുടെയും ഗമ്മീസ് ഉണ്ട്. അപ്പം ഞാൻ ഇത് വാങ്ങിച്ചു കേട്ടോ. മൾട്ടി വൈറ്റമിനും കോഡ് ലിവർ ഓയിലും വൈറ്റമിൻ D3 ഒക്കെ. വിൻ്ററിന് നമ്മളുടെ സഹയാത്രികരാണ് ഇനി ഇവരൊക്കെ. ഒരു മഗ്നീഷ്യം കൂടെ വേണമായിരുന്നു. എനിക്ക് ഉറക്കത്തിൻ്റെ ചെറിയ പ്രശ്നം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മഗ്നീഷ്യം ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾക്ക് വേണ്ട ഒരുവിധം മെഡിക്കേഷൻസും അങ്ങനെയുള്ള സപ്ലിമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ കിട്ടും. നമ്മുടെ നാട്ടിലെ നമ്മുടെ ഈ കോട്ടയ്ക്കൽ അങ്ങനെയൊക്കെ പറയില്ലേ, അതുപോലത്തെ ഇവിടുത്തെ ഒരു ഹൈഫൈ വേർഷൻ. അത് മറ്റേ എക്സാക്ട് വിൻ്ററിലൊക്കെ മറ്റേ എന്ത് ബ്രീഡാണെന്ന് അറിയില്ലല്ലോ. പക്ഷെ എന്ത് രസമുണ്ട് അതിനെ കാണാൻ. എല്ലാവരും ചുറ്റിനും അങ്ങനെ നിൽക്കുന്നത്.
ഇത് കഴിഞ്ഞ വർഷം നമ്മൾ ഇവിടുന്ന് സാമ്പിൾ കുടിച്ച് ഓർക്കുന്നുണ്ടോ ചോക്ലേറ്റിന്? ആ അതെ, യെസ്. നല്ല അടിപൊളി ചോക്ലേറ്റ്സും ഇവിടെ ഇന്നുണ്ടെന്ന് തോന്നടേ, ഉണ്ട്. കൊള്ളാട്ടോ, മൾബറിൻ്റെ ഫ്ലേവറാ. പക്ഷേ നമ്മൾ മറ്റേ എക്സാക്ട്ലി ഉണ്ടല്ലോ ലിപ്റ്റൻ്റെ ഇത് കുടിക്കില്ലേ, അങ്ങനെയുണ്ട്. ലിപ്റ്റൻ്റെ ഗ്രീൻ ടീ, ലിപ്റ്റൻ്റെ ഐസ് ടീ, പക്ഷേ ഒരു ഇച്ചിരി മൾഡ് വൈൻ ഫ്ലേവറിൽ. എന്ത് ഹോട്ട് ചോക്ലേറ്റ് അല്ലേ? ഏതാ ഫ്ലേവർ വെച്ചേക്കണേ? സാധനം റിച്ചാണ്, പക്ഷേ മാർസിപ്പാൻ അതെന്താ സാധനം, അതിൻ്റെ എന്തോ ഒരു കുറേ ഫ്ലേവേഴ്സ് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത ഫ്ലേവേഴ്സ് ഓഫ് ഹോട്ട് ചോക്ലേറ്റ്സ് ആണ്. ഇത് ആക്ച്വലി നല്ല ഫ്ലേവേഴ്സും ഉണ്ട് കേട്ടോ, സോൾട്ടഡ് കാരമലും നോർമൽ ഹോട്ട് ചോക്ലേറ്റും. നല്ലതല്ലേ ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കാൻ? നല്ല പാക്കേജിങ് അല്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ട്. സൈസ് ഉണ്ടോ? 12 അല്ലേ? നമുക്ക് ടോമിയിൽ പോവാം ആദ്യം, വാ. റിച്വൽസ് കയറി നോക്കണം. എനിക്ക് വാച്ചസ് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കയറിയപ്പോൾ ഞാൻ 1-2 വാച്ച് ട്രൈ ചെയ്തു. ഈ അർമാനിൻ്റെ ഈ ഒരു ഡ്യുവൽ കളർ വാച്ച് ഉണ്ടല്ലോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ഈവൻ ദോ ബ്ലാക്ക് ഫ്രൈഡേയുടെ ഡീൽ അപ്ലൈ ആയാലും അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്നു. ഒരു 200 pounds ആ ഒരു റേഞ്ചിൽ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എൻ്റെ മനസ്സങ്ങോട്ട് അനുവദിച്ചില്ല അത് വാങ്ങാനായിട്ട്. പിന്നെ എപ്പോഴെങ്കിലത്തേക്കും വേണ്ടി നമുക്കത് മാറ്റി വയ്ക്കാം അല്ലേ. സിമ്പിളാണോ? സീക്കയിൽ കയറുന്നോ? ജീൻസ് നോക്കണ്ടേ? കുറച്ച് ചിലകളേ ഉള്ളൂ. എക്സിറ്റ് അല്ലേ ഇവിടെ? നമ്മൾ കുറേ ഷോപ്പിൽ കയറുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ ആണോ അതോ ഇന്നത്തെ കളക്ഷൻസിൻ്റെ ആണോ എനിക്ക് പൊതുവെ ഒന്നും അങ്ങോട്ടൊരു ഇഷ്ടപ്പെടാത്ത പോലെ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു ഡീല് കിട്ടാത്തത് പോലെ. അതുകൊണ്ട് എനിക്ക് ഒന്നും എടുക്കാനോ ഒന്നും കിട്ടിയതുമില്ല. പക്ഷേ നമ്മളെല്ലാ കടകളിലും കയറി പുതിയ കളക്ഷൻസൊക്കെ കണ്ട് പെർഫ്യൂം ഷോപ്പിലും പോയി കേട്ടോ. എനിക്ക് 2-3 പെർഫ്യൂംസ് നോക്കണമായിരുന്നു. അപ്പം ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഡീല് കിട്ടാത്തതുകൊണ്ട് അവിടെ നിന്ന് ഞാനൊന്നും വാങ്ങിയില്ല. ചുരുക്കം പറഞ്ഞാൽ ഇന്ന് ഞാനൊന്നും വാങ്ങുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. നല്ല അടിപൊളിയായിട്ടില്ലേ ഇവർ ഈ ക്രിസ്മസ് ഡെക്കോറൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത് കാണാനായിട്ട്. ഈ ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് ത്രൂ ഔട്ട് ഇതേപോലത്തെ ഡെക്കറേഷൻസ് ആണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറേ ഫോട്ടോ ബൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ സ്ലോ ആയിട്ട് ഒന്ന് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടൊരു ദിവസമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഓൾമോസ്റ്റ് 8 മണിയായി കേട്ടോ സമയം. അപ്പോൾ ഒരുവിധം ക്രൗഡൊക്കെ ഇങ്ങനെ കുറഞ്ഞു തുടങ്ങി. എന്നാലും 11 o'clock വരെ ഉണ്ട് ഷോപ്സ്. ഇതുണ്ടോ റാൽഫ് ലോറിൻ്റെ നല്ല അടിപൊളി സ്റ്റോറാണ് കേട്ടോ. ഇവിടെ ഫ്ലാഗ്ഷിപ്പ് സ്റ്റോർ പോലെ എന്തോ ആണ്. സൂപ്പറാണിത്. ഇനി നമുക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകാം. വാവ്, എന്താ അടിപൊളിയാന്ന് നോക്കിയേ. ശരിക്കും ക്രിസ്മസ് വൈബാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ നവംബർ ആകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫെസ്റ്റീവ് ഫീൽ ഇങ്ങനെ വന്നു തുടങ്ങും. എല്ലായിടത്തും നല്ല അടിപൊളി ലൈറ്റ്സും ഡെക്കോറും ഫുള്ളിങ്ങനെ എല്ലാ സൈഡിലും നോക്കിയാലും നല്ല അടിപൊളി ലൈറ്റ്സും ക്രിസ്മസ് ട്രീസും ഓർണമെൻറ്റ്സും. ഈ ഒരു സമയം ഭയങ്കര അടിപൊളിയാണ്. ഈവൻ ദോ വിൻ്റർ നമ്മൾ ശോകമാണെന്ന് പറയുമെങ്കിലും ദിസ് ടൈം ഓഫ് ദി ഇയർ ഇസ് വെരി 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 നൈസ്. നമുക്കൊരു വല്ലാത്ത ഫീലാണ്.
ചെറുപ്പത്തിലായിരിക്കുമ്പോൾ മേ ബി ഇതൊന്നും നമ്മളൊന്നും സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല. ഒരു പുറം രാജ്യത്ത് നമ്മൾ മൂവീസിലോ അല്ലെങ്കിൽ ഒരു ടി വിയിലൊക്കെ കണ്ട സാധനങ്ങളെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക വെരി വെരി ഗ്രേറ്റ്ഫുൾ. ഏത് എക്സൽ ആണോ ലാർജ് ആണോ? നോക്കാം. എന്താ അടിപൊളിയല്ലേ ഇവിടെ കാണാനായിട്ട്. ഈ ഒരു ഡിയറിനെ സെറ്റപ്പ് ചെയ്തേക്കുന്ന നല്ല അടിപൊളി ക്രിസ്മസ് വൈബ് ആയിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. അകത്തോട്ട് ഫുള്ള് ഡെക്കോറാണ്. പിന്നെ എന്തെങ്കിലും കഴിക്കണ്ടേ നമുക്ക്? എന്താ കഴിക്കാം? ജീൻസ് നോക്കുന്നു ഇയാൾ ലീവൈസിൻ്റെ 50% ഉണ്ട് ജീൻസ്. എടാ A6 നോക്കിയില്ല. ഇവിടെ നമ്മുടെ A6 നല്ല ടീഷർട്ടൊക്കെ ഉണ്ട്. നമ്മൾ ക്രിസ്മസ് മാർക്കറ്റിലോട്ട് കയറുന്നുണ്ടോ ഇനി? എനിക്ക് വിശക്കുന്നുണ്ട് ആക്ച്വലി. നമുക്കിന്ന് വിങ് സ്റ്റോപ്പിൽ പോയാലോ? എടേ കഴിക്കാൻ നമുക്ക് വിങ് സ്റ്റോപ്പിൽ പോയാലോ? പക്ഷെ ഇവിടെ വിങ് സ്റ്റോപ്പ് ഉണ്ടോ? ആ അയ്യോ വേണ്ട. എൻ്റെ അമ്മേ, കഴിഞ്ഞ പ്രാവശ്യത്തോട് എനിക്ക് മതിയായി. നമ്മുടെ നാട്ടിലെ സിംഗറിൻ്റെ മെഷീൻ, പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീട്ടിലുള്ള പഴയ സിംഗറിൻ്റെ. അപ്പോൾ ഇത് ഇത്ര അടിപൊളി സാധനമായിരുന്നല്ലേ. ഇവിടെ നോക്കിയേ, കുറേ ഉണ്ട് പഴയ ടൈപ്പ്. അങ്ങനെയാണ് എൻ്റെ വീട്ടിലുള്ള അമ്മേൻ്റെത് വെച്ചിരുന്നെങ്കിൽ വിൻറ്റേജ് ആയിട്ട് ഇപ്പോൾ നല്ല കാശ് കൊടുക്കായിരുന്നു. ആ സൈഡിൽ പോയപ്പോൾ ജോ ആൻഡ് ജ്യൂസിൽ നിന്നൊരു മാച്ച വാങ്ങണ്ടായിരുന്നു. കൊളംബിയൻ്റെ ആണ് ജാക്കറ്റ്. പാൻഡോറ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബ്ലാക്ക് ഫ്രൈഡേക്ക് രാവിലെ വന്നതുകൊണ്ട് വൈകിട്ട് ഒരു ഷോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ക്രിസ്മസ് മാർക്കറ്റിൽ പോകാൻ നല്ല സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വാ. ഇപ്രാവശ്യം നല്ല രസമുണ്ട്. അവര് തീം മാറ്റിയിടണം. നോക്കി, നല്ല രസമല്ലേ? ഒരു റീൽ ഫോർമാറ്റോടെ എടുക്കണേ ഒന്ന്. ഇപ്രാവശ്യം നമ്മള് ഷോപ്പിംഗ് ശരിയായില്ല. കഴിഞ്ഞ വർഷം നല്ല ഷോപ്പിംഗ് ആയിരുന്നു. ആക്ച്വലി കഴിഞ്ഞ വർഷം ഇങ്ങനെയല്ല, കുറച്ചുകൂടെ വേറെ തീമായിരുന്നു. ഈ സാധനം വിശപ്പായി തുടങ്ങി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നല്ലോ. 10 മണിയാവുന്നടേ. നല്ല രസമല്ലേ കാണാനായിട്ട്? നല്ല ക്യൂട്ട് ഒരു പഴയ ഒരു ഇംഗ്ലീഷ് വില്ലേജിൽ പോയൊരു ഫീലില്, ഒരു മരത്തടിയുടെ ഹട്ടും ഇതൊക്കെ ആയിട്ട്. നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യാടെ? വിശക്കുന്നു. ക്രൗഡ് കുറവ്, അതുകൊണ്ട് പെട്ടെന്ന് കിട്ടും. ക്രിസ്മസ് മാർക്കറ്റ്സ് ഇനി എന്തായാലും നമുക്ക് കുറേ പോകാനുള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് കഴിക്കുന്നില്ല എന്ന് ഉറപ്പിച്ചു കേട്ടോ. പിന്നെ ഇങ്ങനെ കുറേ നേരം വിശന്നിരുന്നപ്പോഴേക്കും നമുക്ക് രണ്ടുപേർക്കും ഭയങ്കര സ്പൈസി ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ വന്നു. അപ്പം നമ്മൾ നമ്മുടെ മൈൻഡ് മാറ്റി നമ്മളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഗൈസ്. പ്രത്യേകിച്ച് അങ്ങനൊന്നും അധികമൊന്നും നമ്മൾ വാങ്ങിയില്ല കേട്ടോ.
പിന്നെ നമ്മൾ വന്നതും ഓൾമോസ്റ്റ് ഒരു 7 മണി സമയത്താണല്ലോ, അപ്പോഴത്തേക്കും ക്രൗഡൊക്കെ കുറഞ്ഞ് സ്റ്റോറുകളൊക്കെ പതുക്കെ ഇതായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താണ് ആർഗോസ് ആണോ? ഇന്നിപ്പോൾ എനിക്ക് വേണ്ട. ഇറ്റ്സ് ഓക്കെ. ഫോ എന്താ നമ്മൾ കഴിക്കുന്നതെന്ന് ആലോചിച്ചിരിക്കുക. ഫോ ആണ് കഴിക്കണം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് മിസോ ബ്രോത്തിൻ്റെയാണ് വേണ്ടത്, സ്പൈസി മിസോ റാമൻ. എവിടെയാ ഫോ? എവിടെയാ ഉള്ളത് ഫോ? എവിടെയാ ഉള്ളത്? അവിടുത്തെ മറ്റേ ഇതാണ് ഹണി ചില്ലി അനിമൽ. ഇത് മറ്റേ നമ്മുടെ നാട്ടിൽ 2 യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, ക്യാറ്റ് ഗേളും ക്യാറ്റ് ബോയും. അവർ തലയിൽ ക്യാറ്റിൻ്റെ ഹെൽമെറ്റ് വെച്ചിട്ടല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ പോവാണ് കേട്ടോ. പ്രത്യേകിച്ച് ഒന്നും വാങ്ങിച്ചില്ല. രജിത്ത് എന്തോ സ്പോർട്സ് വെയർ എന്തോ വാങ്ങിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ 1-2 ജാക്കറ്റൊക്കെ നോക്കി വന്നു, പക്ഷേ എനിക്ക് ഒന്നും അങ്ങോട്ട് സെറ്റായില്ല. ഒത്തിരി വലുതാണോ ബാക്കിൽ നിന്ന്? പക്ഷെ നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട് കേട്ടോ. ഇത് ഇത്രയും കവറായിരിക്കും ഇവിടെ. നല്ല കവറേജ് ഉണ്ട് അല്ലേ? 14ന്റെ ആവശ്യം. അങ്ങനെ ഇന്നത്തെ നമ്മളുടെ കലാപരിപാടികൾ ഇവിടെ തീർത്തുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വെരി ടയർഡ്. നമ്മൾ ഒരു 7:15 എപ്പം വന്നു. ഇപ്പം സമയം 10:20. ഓൾമോസ്റ്റ് 3 hours നമ്മളിവിടെ ഉണ്ടായിരുന്നു. ഒരു ഫുൾ റൗണ്ട് നടന്നു കേട്ടോ. ഇത് ജിമ്മിന് പകരം നടന്ന് നമ്മളുടെ എക്സസൈസ് കംപ്ലീറ്റ് ചെയ്തു. നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതേ ഫുഡ് കഴിക്കാൻ വന്നേക്കാണ് കേട്ടോ. നമ്മൾ വിങ് സ്റ്റോപ്പിലെത്തി ഫൈനലി. 3-4 ഓപ്ഷൻസ് നോക്കി വന്നു. പക്ഷേ ഇത് നാടല്ലല്ലോ, രാത്രി വേണ്ടുന്ന സാധനം കിട്ടാൻ. അപ്പോൾ നമ്മുടെ സമയം എപ്പോഴേക്കും എല്ലാം കഴിഞ്ഞു പോയി. തായ് കഴിക്കണമെന്ന് വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു കേട്ടോ, പക്ഷെ നടന്നില്ല. 0 വേണോ? വേണ്ടല്ലോ. ഇത് നമുക്കൊന്നും ആവില്ലല്ലോ. നമ്മൾ സ്മിത്ത് ടൗണിൽ പോകേണ്ടി വരുമോ? വിങ്സ് ആയതുകൊണ്ട് ഇയാൾക്കാണ് കൂടുതൽ ഇഷ്ടപ്പെടുക. ഞാൻ വിങ്സിൻ്റെ ആളല്ലല്ലോ. പരിഷ്കാരി. ഗ്ലൗസ് ഇട്ടേ കഴിക്കുള്ളൂ. ഒന്നേ തന്നിട്ടുള്ളൂ. You like it, I guess. ടാങ്കി ഫ്ലേവർ. ഇതാണ് ഒറിജിനൽ. അതാണ് ഒറിജിനൽ. ഇത്ര പിന്നെ കഴിക്കാവേ. ബ്ലൂ ചീസ്. Let's take one. Garlic parmesan. അടിപൊളി. ആക്ച്വലി എരിവുണ്ട്. മെക്ഡിക്കാർ പഠിക്കണം ഡ്രൈ എടുത്ത ബർഗർ എങ്ങനെ പറഞ്ഞു. അതിനിടയ്ക്ക് മഴ. അങ്ങനെ നമ്മളുടെ ബ്ലാക്ക് ഫ്രൈഡേ നൈറ്റ് ഇവിടെ കഴിയുകയാണ്. അവിടെ പോയി തിരിച്ചു വന്നു, ഫുഡ് കഴിച്ചു. ബാക്കിയുള്ളത് പാഴ്സലെടുത്തു. വയറിങ്ങനെ ഫുള്ളായിട്ട് ഉറക്കം വരുന്നു. ഇനി പോയി കിടന്ന്
ഒരു സിനിമ കണ്ടിട്ട് ഉറങ്ങണം. അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ, ടേക്ക് കെയർ.